ഇത്തവണ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പത്തായപുരം മുതൽ കറന്റ് ബുക്സ് വരെയുള്ള ദൂരം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു 11,000 ആളെ വരെ അധികമായി നമുക്ക് കൊള്ളിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന്റെ നേരത്ത് നിൽക്കുന്ന ജനത്തിന്റെ എണ്ണം എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് നോക്കാതെ ജനം നിന്നാൽ 18+ ആണ്. ആ വിധത്തിൽ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം, ഇത്തവണ വലിയ ഉഷ്ണതരംഗത്തിന്റെ നടുവിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിലേറെ കുടിവെള്ള സംവിധാനങ്ങളും ആവശ്യത്തിലേറെ സ്ട്രക്ചർ ആംബുലൻസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, DMOയുടെ സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. വരുന്നവരെല്ലാം സഹായിക്കാൻ വേണ്ടി നഗരത്തിലേക്ക് തന്നെ കടന്നാൽ പോലീസിന്റെ കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഫ്രണ്ട് ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഗാലറി ഇത്തവണ ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ്. ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഗാലറിയാണ്. ടൂറിസ്റ്റുകൾ DTPCയുമായി ബന്ധപ്പെട്ട് 6-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ പാസ്പോർട്ട് അടക്കമുള്ള സംവിധാനങ്ങളോടെ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും ആദ്യമായി എത്തിച്ചേരുന്ന 123ഓളം ടൂറിസ്റ്റുകൾക്ക് കുടമാറ്റം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തീകരിച്ചിട്ടുണ്ട്. DTPCയിൽ പാസ്പോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന നിലവാരത്തിലാണ് കാര്യം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട വാസ്തവ മിനിസ്റ്ററുടെ നിർദ്ദേശം പോലെ സ്വകാര്യ ബസ് ഓണേഴ്സിനെ കൂടി വിളിച്ചു ചേർത്ത് കൂടുതൽ ബസ്സുകൾ ഉൾമേഖലകളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തി പൂരത്തെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തും. പരിചയസമ്പന്നരായിട്ടുള്ള പോലീസുകാരായിരിക്കും ഇത്തവണ എല്ലാ പോയിന്റിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുക എന്നുള്ളത് കൂടി ഇത്തവണത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. പ്രത്യേകമായിട്ട് നോക്കുകയും ചെയ്യുന്നത് കൺട്രോൾ റൂമുണ്ട്. സാധാരണ എല്ലാ വർഷവും ഉള്ളതാണ് കൺട്രോൾ റൂം. ഇത്തവണ നമുക്ക് മീഡിയകൾക്ക് വേണ്ടി ഒരു മൊബൈൽ നമ്പർ പ്രത്യേകമായി കൺട്രോൾ റൂമിൽ കൊടുക്കുകയും ചെയ്യാം. കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരം വന്നതോടുകൂടി ഓരോ മിനിറ്റിലും വ്യാജ വാർത്തകൾ ഏറ്റവും വേഗതയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കാവുന്ന വിധത്തിൽ വരും. അപ്പം അതുകൊണ്ട് ആ വാർത്തകൾ അനാവശ്യമായി ലഭ്യമാകുന്ന വാർത്തകൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ആ വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ കൺട്രോൾ റൂമിൽ തന്നെ നമുക്കൊരു മീഡിയ പോയിന്റ് കണക്ട് ചെയ്യാം. ആ മീഡിയ പോയിന്റിൽ പ്രത്യേകമായിട്ടുള്ള മൊബൈൽ നമ്പർ ഏർപ്പെടുത്താം. അവിടെ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയോ ഔപചാരികമായി ജില്ലാ ഭരണകൂടം നൽകുന്ന വാർത്ത ഉണ്ടാകുകയോ ചെയ്യാത്തൊന്നും അനാവശ്യമായി നമുക്ക് പ്രസിദ്ധീകരിക്കാൻ ഇടവരുത്തരുത്. അത് ആളുകളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്തവണ പൂരം കുറച്ചും കൂടി നല്ല കളറാണ്. കളർ പൂരമായി തൃശ്ശൂർ പൂരം മാറ്റാൻ നമ്മളൊരു കൂട്ടായ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. നാളെ സാമ്പിൾ വെടിക്കെട്ടായി, മറ്റന്നാൾ രാവിലെ നെയ്വിലക്കാവ് ഭഗവതി നേരിട്ട് വന്ന് തെക്കേ നടതുറ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി പൂര വിളംബരമായി. നാളെ രാവിലെ തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചമയ പ്രദർശനങ്ങളായി. 6-ാം തീയതി രാവിലെ കടിമംഗല ശാസ്താവ് പ്രവേശിച്ച് വടക്കനാടിലേക്ക് പ്രവേശിച്ച് മേളം ആരംഭിക്കുന്നതോടുകൂടി 36 മണിക്കൂറിന്റെ വലിയ സിംഫണി നമുക്ക് ആരംഭിക്കുകയായി. എത്ര പേർ വന്നാലും അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 14 ലക്ഷം പേരാണ് നിലവിലൊരു 4 വർഷക്കാലം മുമ്പ് വന്നതിൽ ഏറ്റവും കൂടുതൽ നമ്പറായി കാണുന്നത്. ഇത്തവണ അതിലും കൂടും. 18 ലക്ഷത്തോളം ആളുകൾ ഒരു പക്ഷെ പങ്കെടുത്തേക്കാം എന്ന പൊതുവായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്ര പേർ വന്നാലും അവരെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്.